അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, ലിസാനുൽ ഖുർആനിൻ്റെ ഓരോ പാഠവും വളരെ വിശദമായ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പാഠത്തിലെയും ചോദ്യോത്തരങ്ങൾ മാത്രമാണ് നോക്കാൻ പോകുന്നത്. വിശദമായി മനസ്സിലാക്കേണ്ട ആളുകൾ നിങ്ങൾ ഓരോ പാഠത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 7ാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരം നോക്കാം, അഥവാ പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗം. ഒന്നാമത്തെ എന്താണ്? നഖ്റ, വായിക്കാനാണ്. മൻ, അർത്ഥം എന്താ? മൻ എന്ന് പറഞ്ഞാൽ ആര്, മത എന്ന് പറഞ്ഞാൽ എപ്പോൾ, ലിമാദ എന്തിന് വേണ്ടി, കം എത്ര, ബിമാദ എന്തുകൊണ്ട്, മത എപ്പോൾ. അപ്പോൾ മൻ എന്ന് ചോദിച്ചാൽ മൻ യഅരിഫു മിൻകും, നിങ്ങളിൽ അറിയുന്നവൻ ആരാണ്. മതാ തമ്മ ബിനാഉ ഹാദൽ മഖർ, ഈ ബിൽഡിങ് പൂർത്തിയായത് എപ്പോഴാണ്, ഈ ആസ്ഥാനം പൂർത്തിയായത് എപ്പോഴാണ്. ലിമാദാ ഹാദിഹിൽ കുത്തുബു, ഈ പുസ്തകം എന്തിനു വേണ്ടിയുള്ളതാണ്. കം മുവല്ലഫൻ ഫി ഹാദൽ മക്തബ്, ഈ ഓഫീസിൽ എത്ര ജോലിക്കാരുണ്ട്. ബിമാദാ തഷ്ഉറൂൻ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്. മതാ തർജിഊൻ, നിങ്ങൾ എപ്പോഴാണ് മടങ്ങുന്നത്. ഇനി ഇവിടെ നോക്കുക, മൻ എന്ന് പറഞ്ഞാൽ ആരിന്ന്. അപ്പം നമ്മളോട് ഇവിടെ എല്ലാം ചേർത്ത് ചെയ്താണ്. മൻ അന്തുമ, മൻ ഹിയ, മൻ ഹുവ. ഇവിടെ മത്തുണ്ട്, മതാ തദ്ഹബു, മതാ തക്തുബാനി, മതാ തനാമൂന, മതാ ഇർജിയാനി. ഇവിടെ വ്യത്യാസം വരുത്താനൊന്നുമില്ല, ഇതിങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതാനേ ഉള്ളൂ. ഈ മത്ത ചേർത്തിട്ട് കോപ്പി അടിച്ച് എഴുതാനേ ഉള്ളൂ. ഈ പരീക്ഷയ്ക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ തന്നിട്ട് മന്നും മത്തായും ചേർക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അന്ത, അന്തുമ, ഹിയ, ഹുമ. ഇവിടെ ഒരിക്കലും മത്ത ചേർക്കാൻ പറ്റൂല, ഇവിടെ മന്നെ ചേർക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ മഞ്ഞ് ചേർക്കാൻ പറ്റും, പക്ഷെ ഇവിടെ മത്ത എന്നുള്ളത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നോക്കിക്കോളൂ, മത്താ തദ്ഹബു, മത്താ തദ്. അതേ സമയം മത്ത അന്ത എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. മത്ത അന്തുമ, മത്ത ഹിയ, മത്ത ഹുവ ചോദിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മന്നാണ് ചേർക്കേണ്ടത്. മത്ത വരുമ്പോൾ അതിന് ശേഷം ഒരു വാക്കായിരിക്കും, അതായത് ഒരു പ്രവൃത്തി ആയിരിക്കും. പോകുക, ഇരിക്കുക, എഴുതുക, കടക്കുക എന്ന് പറഞ്ഞായിരിക്കും. ഇപ്പോൾ തദ്ഹബു പോകുക, അപ്പോൾ മത്താ തദ്ഹബു, മത്താ തക്തുബാനി, മത്താ തനാമൂന, മത്താ ഇർജിയാൻ. അപ്പോൾ അവിടെ മത്തയാണ് ചേർക്കേണ്ടത്. എന്നാൽ അന്ത, അന്തുമ, ഹിയ, ഹുവ, ഹുമ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചേർക്കേണ്ടത്? മന്നാണ് ചേർക്കേണ്ടത്. അവിടെ മത്ത ഒരിക്കലും ചേർക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മന്നും ചേർക്കാം കേട്ടോ, ഇവിടെ മന്നും മത്തയും ചേർക്കാം. പക്ഷെ ഇവിടെ ഒരിക്കലും എന്ത് ചേർക്കാൻ പറ്റൂല? മത്ത ചേർക്കാൻ പറ്റൂല. അത് മനസ്സിലാക്കുക. അടുത്തത് കമ്മ് വന്നു. ഇവിടെ കം റക്കായത്തൻ സ്വല്ലൈത്തുമ, ഇതും ചേർത്തി എഴുതാനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കമ്മ് ചേർത്തി എഴുതാൻ വരുമ്പോൾ കമ്മ് ചേർക്കേണ്ട സ്ഥലം മനസ്സിലാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? കമ്മിന് ശേഷമുള്ള വാക്കിന്റെ അവസാനം എപ്പോഴും ഫതഹ ആയിരിക്കും. നോക്കുക, കം റക്കാത്തൻ, കണ്ടോ? അപ്പൊ കമ്മിന് ശേഷമുള്ള വാക്കിന്റെ അവസാനം എന്താ? താഗിന് എന്താണ്? ഫതഹാണ് അല്ലേ? കം ഉളുവൻ, വാവിന്റെ ഫതഹ കണ്ടോ? കം ത്വാലിബൻ, കം ബിന്തൻ, കണ്ട. അപ്പൊ എല്ലാത്തിന്റെ അവസാനം എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ കണ്ടാൽ ഈ സാധനം കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ കമ്മാണ് ചേർക്കേണ്ടത്. അപ്പൊ കം റക്കായത്തൻ സ്വല്ലൈത്തുമ, നിങ്ങൾ എത്ര റക്കായത്താണ് നിസ്കരിച്ചത്. കം ഉളുവൻ ഫി ഉസ്റത്തിക, നിന്റെ കുടുംബത്തിൽ എത്ര ആളുണ്ട്. കം ത്വാലിബൻ ഫി മദ്രസത്തി, മദ്രസയിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്. കം ബിന്തൻ ഫി സഫിക, നിന്റെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്. അടുത്ത ലിമാദ, എന്തിനു വേണ്ടി. അകൽത്തി ഹാദ, ഇതെന്തിനാണ് കഴിച്ചത്. ലിമാദ ദഹബ്തും, നിങ്ങൾ എന്തിനാണ് പോയത്. അടുത്ത ബിമാദ കത്തബ്ത, നിങ്ങൾ എന്തുകൊണ്ടാണ് എഴുതിയത്. പേന കൊണ്ടാണോ പെൻസിൽ കൊണ്ടാണോ? അങ്ങനെ. ബിമാദ കത്തായത്തുമ ഷജറ, നിങ്ങൾ എന്തുകൊണ്ടാണ് മരം മുറിച്ചത്. ഇനി ഇവിടെ നോക്കുക, ഇതിന്റെ അർത്ഥം ബിൽ ഫറഹി വസുറൂർ, സന്തോഷം കൊണ്ട്. മർഹബൻ അഹ്ലം വസഹ്ല, വെൽക്കം, സ്വാഗതം. മാഷാ അല്ലാഹ്, പിന്നെ അഹ്സൻതും, നന്നായിരിക്കുന്നു. മുംതാസ്, എക്സലൻ, വളരെ ഉഷാറായിട്ടുണ്ട്. ബിമാദ തഷ്ഉറു, എന്ത് തോന്നുന്നു. ബിർ റാഹത്തി വൽ ഫഖർ, വളരെ അഭിമാനവും സന്തോഷവും. പിന്നെ നർജു ഫിൽ ഹാൽ, ഞങ്ങൾ ഇപ്പോൾ മടങ്ങും. ശുക്രൻ ജസീല. അപ്പൊ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ഇത് നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവൻ ആരാണ്, എങ്ങനെ ചോദിക്കുക. അവൻ ആരാണ്. മൻ അല്ല, അവർ എന്നാണ്. അവർ എന്നാവുമ്പോൾ മൻ ഹും. ഇനി അവൻ എന്നാണെങ്കിൽ എന്തായിരിക്കാം? മൻ ഹുവ. ഇവിടെ മൻ ഹും. നീ എന്ത് ചെയ്യുന്നു എന്ന് എങ്ങനെ ചോദിക്കുക. എന്ത് എന്നുള്ളതിന് എന്താ ചോദിക്കുക? മാതാ. അപ്പൊ നീ എന്ത് ചെയ്യുന്നു. മാതാ തഫ്അലു, അല്ലെങ്കിൽ മാതാ തഅമലു. അടുത്ത, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്.
നീ എപ്പോഴാണ് ഉറങ്ങുന്നത്. അപ്പോൾ എപ്പോൾ എന്നുള്ളതിൻ്റെ അറബി എന്താ? മത്ത. അപ്പം നിങ്ങൾക്ക് മത്ത മാത്രം അറിയെങ്കിൽ അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പം മത്ത തനാമു, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്. പഠിച്ചില്ലേ? അടുത്തത് മൻദല്ലതി യഷ്ഫ ഇൻദഹു എന്നുള്ളതിൽ നമ്മൾ പഠിച്ച മന്നാണ്. മത്ത നസുറുള്ള മത്താണ് മാത, അങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാം. അടുത്ത പാഠത്തിൽ ഇവിടെ നോക്കുക, ഇസ്മുഹ നൂനു ഹ ഹിയ. അതായത് ഹിയ എന്നതിനെ ചേർത്ത് എഴുതുമ്പോൾ ഹ എന്നാണ് വരിക. ഹിയ എന്നത് എപ്പോൾ ചേർക്കുമ്പോൾ എന്താ വരിക? ഹ. ഇവിടെ ലഹാദയിലും തൊവീലും കണ്ടോ. ഇനി ഹുവ എന്ന് ചേർക്കുമ്പോൾ അവിടെ രണ്ട് രൂപം വരും, ഹൂന്നും വരും ഹീന്നും വരും. ഹൂന്നും വരും ഹീന്ന് വരും ഹുവ ചേർക്കുമ്പോൾ. അപ്പോൾ ഹുവ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരിക? ലഹു ബിഹി അലൈഹി ബൈനഹു യുഹിബ്ബുഹു. അപ്പോൾ ഹുവക്ക് രണ്ട് രൂപമുണ്ട്. എന്താ? ഹൂ ഹി, ഹൂ ഹി. ലഹു ലഹു ലഹു, അപ്പോൾ ഹുവായിരിക്കും. അതുപോലെ ബിഹി ബിഹി ബിഹി, അപ്പോൾ ഏതായിരിക്കും? ഹുവായിരിക്കും. എന്നാൽ ഹിയക്ക് എപ്പോഴും ഹാ ഹാ ഹാ, ഹിയ ഹാ ഹിയ ഹാ, അങ്ങനെ ഓർത്തു വെക്കുക. ഹി എപ്പോഴും എങ്ങനെ വരുള്ളൂ? ഹാ വരുള്ളൂ. അപ്പോൾ ഹിയ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരിക? ലഹ ബിഹ അലൈഹ ബൈനഹ തുഹിബ്ബുക, എല്ലാം ഹാ ഹാ ഹാ. പക്ഷേ ഹുവ ആകുമ്പോഴോ ചില സ്ഥലത്ത് ലഹൂന്ന് വരും, ഹൂന്ന് വരും, ചില സ്ഥലത്ത് ബിഹിന്ന് വരും. ഇതെന്താ സംഭവം മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ ഷോർട്ടാണ് ഇത്. ഹുവനെ ഷോർട്ടാക്കിയതാണ് ഹു ഹി, ഹിയനെ ഷോർട്ടാക്കിയതാണ് ഇവിടുത്തെ ഹാ 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 ഹാ. അപ്പം അങ്ങനെ ഷോർട്ടാക്കുന്ന രൂപമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി ഇത് മാച്ച് ചെയ്യാൻ വരാൻ സാധ്യത ഉണ്ട്. ഇത് മാച്ച് ചെയ്യാൻ വന്നാൽ വളരെ സിമ്പിളാണ്. എന്താ? ഇവിടെ ഹു അല്ലേ, അപ്പം ഇതിൽ ഹു എന്നുള്ളത് ഏതാണ് നോക്കുക. പിന്നെ ഹുവ താലിബു എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥി മദ്രസയെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഹുവ താലിബും മദ്രസത്തുഹു കബീറത്തുൻ. അടുത്ത ഹിയ ബിന്തുൻ അല്ലേ, അപ്പൊ ഹിയാണ്. അപ്പൊ ഹാ ഉള്ളതാ നോക്കേണ്ടത്. ഇവിടെ ഹാ ഉള്ള ഏതൊക്കെയാണ്? ഇബ്നത്തുഹ എന്നുണ്ട്, ബൈത്തുഹ എന്നുണ്ട്. ഇതിൽ ഏതാ ഏറ്റവും സൂട്ടബിൾ നോക്കുക. ഹിയ ബിന്തുൻ, അവള് പെൺകുട്ടിയാണ്, അപ്പൊ അവളെ വീട് ഭംഗിയുള്ളതാണ്. ബൈത്തുഹ ജമീലുൻ. അടുത്തത് പെട്ടത് ഹിയ ഉള്ളത് ഹിയ വാലിദത്തുൻ എന്നാണ്. അപ്പോൾ ഇബ്നത്തുഹ സഗീറത്തുൻ, വാലിദത്ത് സഗീറത്ത്, അപ്പൊ അത് തമ്മിൽ ബന്ധമുണ്ട്. അടുത്തത് ഹുവ സാരിഉൻ, ഹുവ സാരി, അപ്പോൾ ഹൂ ഉള്ളതാ വേണ്ടത്. അപ്പോൾ മസ്റഉഹു, സാരി മസ്റ, കണ്ടോ ഒരേ വാക്ക് വേണം, ഒരേ ബന്ധമുള്ള വാക്കാണ്. മനസ്സിലായില്ലേ? ഹിയ ബിന്തുൻ ബൈത്തുഹ ജമീൽ ഹുവ സാരിഉ, മനസ്സിലായി. അടുത്ത ഹിയ വാലിദത്തുൻ, എന്താണ്? ഇബ്നത്തുഹ സഗീറത്തുൻ. ഓക്കെ. അടുത്ത ജാസിറുൻ താലിബുൻ ഡാഷ് യുഹിബ്ബു ഡാഷ് ഉസ്താദുൻ. അപ്പൊ എന്താ വേണ്ടത്? യുഹിബ്ബുഹു, അവനെ, ജാസിമിൻ. അതായത് ഹൂ എന്ന് പറഞ്ഞാൽ അവനെ എന്നർത്ഥം കേട്ടോ. അടുത്ത് നാസിറത്തുൻ ബിന്തു നാഷിത്തത്തുൻ. ഇവിടെ ബൈത്തുഹ ബൈത്തുഹു ഏതാ വേണ്ടിയെന്നാ ചോദിക്കുന്നത്. അതായത് ഇവിടെ പെണ്ണാണ്, പെണ്ണിനാണ് ഹിയ എന്ന് പറയാം. അപ്പോൾ ഹ എന്നാ പറയാം. പെണ്ണാകുമ്പോൾ ഹ എന്നും, ആണാണെങ്കിൽ ഹു അല്ലെങ്കിൽ ഹിയ വരിക. അപ്പൊ നാസിറത്തുൻ എന്ന് പറയുന്ന പെണ്ണാണ്. അവസാനം താവ് ഉണ്ടല്ലോ, ഈ താവോ അല്ലെങ്കിൽ ഈ താവോ, ഈ രണ്ട് താവ്, മനസ്സിലായോ? ഈ താവോ ഉണ്ടെങ്കിൽ പെണ്ണായിരിക്കും. അപ്പൊ ഹാ എന്നാ ചേർക്കേണ്ടത്. അപ്പൊ നാസിറത്ത് ഈ താ ഉണ്ട്, അപ്പൊ ഹാ എന്നാണ്. ഇവിടെ അൽ ഹിറത്തു താ ഉണ്ട്, ഹാ എന്നാണ്. പിന്നെ ഹിന്ദി കലമുൻ, കലമ്, ഇവിടെ താ ഇല്ല, അപ്പൊ ഹൂ എന്നാണ്. അടുത്ത് ഫാത്തിമത്തു താ ഉണ്ട്, അപ്പൊ എന്താണ്? ലഹ എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഹൂ ഹ എന്നുള്ളത് അല്ലെങ്കിൽ ചേർക്കാൻ നോക്കേണ്ട ട്രിക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇത് കാണാതെ പഠിക്കുക. ഇത് ഒരു പക്ഷെ പരീക്ഷയ്ക്ക് വരും. ഹുവ ഹുമാഹും, ഇതിങ്ങനെ ചൊല്ലി പഠിക്കുക. ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അനാനഹനു. അപ്പൊ ഇതുപോലെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അടുത്ത് ഇതും വരാൻ സാധ്യതയുണ്ട്. ബൈത്തുഹു ബൈത്തുഹുമ ബൈത്തുഹും, ബൈത്തുഹ ബൈത്തുഹുമ ബൈത്തുഹുന്ന, ബൈത്തുക്ക ബൈത്തുക്കുമ ബൈത്തുക്കും, ബൈത്തുക്കി ബൈത്തുക്കുമ ബൈത്തുക്കുന്ന, ബൈത്തി ബൈത്തുന. ഇത് രണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈത്തി ബൈത്തുന. ഇവിടെ മിന്നി മിന്ന, മിൻഹു മിൻഹുമാ മിൻഹും, മിൻഹ മിൻഹുമാ മിൻഹുന്ന, മിൻക മിൻകുമാ മിൻകു. ഇതും കാണാതെ പഠിക്കട്ടോ, അത് ചൊല്ലി പഠിച്ചാൽ വേഗം മനസ്സിലാവും. അടുത്ത നസറഹു, ഇത് മൂന്നും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് വരാൻ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നസറഹു നസറഹുമാ നസറഹും, നസറഹ നസറഹുമാ നസറഹുന്ന, നസറക്ക നസറക്കുമാ നസറക്കും, നസറക്കി നസറക്കുമാ നസറക്കുന്ന, നസറനി നസറന. അടുത്ത നോക്കാം. അടുത്ത എന്താണ്? അന ത്വാലിബുൻ, അന ത്വാലിബുൻ. ഇസ്മി ഹാമിദുൻ, ഹുവ ഉസ്താദുൻ, ഇസ്മുഹു ജാബിറുൻ, യുഹിബ്ബുഹു തുല്ലാബുഹു. ഇവിടെ എന്താണ്? വേറിട്ട ലമീറുണ്ട്, ചേർന്ന് വരുന്ന ലമീറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ അന നഹനു ഇതൊക്കെയാണ് എന്ത്? വേറിട്ട ലമീർ. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമാ അന്തും, അന്ത്യ, ഇതാണ് വേറിട്ട ലമീർ. അപ്പൊ ഇതിൽ വേറിട്ട ലമീറുണ്ട്, പിന്നെ ചേർത്തി എഴുതുന്ന ലമീർ. ചേർത്തി എഴുതുന്ന ലമീർ ഏതാണ്? ഇതാണ്. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ നാ. കണ്ടോ? ഈ വാക്കുകളാണ് എന്ത്? ചേർത്ത് എഴുതുമ്പോൾ. അപ്പൊ നോക്കുക, അന തോലിബുൻ, ഇവിടെ അന ഉണ്ട്, അപ്പൊ അന ഇതിൽ പെട്ടതാണ്? വേറിട്ട് എഴുതുന്നതാണ്. പിന്നെ ഇസ്മീ, അപ്പോൾ അവിടെ യാ ഉണ്ട്, അത് ഏതാണ്? മുത്തസിലാണ്. അടുത്തത് ഹുവ, അപ്പൊ മുൻഫസിലാണ്.
ഇസ്മുഹു ഹു എന്നുള്ള എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചേർത്തിയതിന് അറബിൽ എന്താ പറയാ അല്ലമാഇറുൽ മുത്തസില, വേറിട്ടതിന് അല്ലമാറുൽ മുൻഫസില. അപ്പൊ ഇതില്ലേ ഹുവ ഹുമാഹും അതൊക്കെ ഇതിലാ വരിക മുൻഫസിലില്. പിന്നെ ഇവിടെ പറഞ്ഞ ഹു ഹുമാ ഹും, പിന്നെ ഹാ ഹുമാ ഹുന്ന കാക്കുമ അതൊക്കെ ലമാറുൽ മുത്തസില്. ഇനി നോക്കാം ഇസ്മുഹു അവിടെ ഹു ഉണ്ട് അപ്പോ മുത്തസില. അങ്ങനെ യുഹിബ്ബുഹു ഇവിടെ നഹനുണ്ട് അല്ലെ, നബിയുന അതെന്താണ് മുത്തസിലാണ് നാ. പിന്നെ അലൈഹി അങ്ങനെ ഓരോന്നും. പിന്നെ അനീസത്തുൻ ഹിയ. ഇനി ഇത് നിങ്ങൾക്ക് പൂരിപ്പിക്കാനും വരാം. എങ്ങനെ? അനീസത്തുൻ ഡാഷ് മുജ്തഹിദത്തുൻ ഹിയ ഹുവ ഏതാ വേണ്ടിയേ ഹിയ, തുഹിബുഹ തുഹിബുഹു ഏതാ വേണ്ടിയേ തുഹിബുഹ. അങ്ങനെയൊക്കെ പൂരിപ്പിക്കാനും വരാം. യാ മിദ്ലാജ് അന്ത ഫായിക്കും ഫീ സൊഫിക്ക, അത് ഓർത്തു വെക്കട്ടോ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് ഇലൽ മക്തബ അല്ലേ? ഇവിടെ പഠിക്കാനുള്ള എന്താണ് ഇതിന്റെ അർത്ഥം ശരിക്ക് പഠിക്കുക. ഇൻദഹു ദഫ്തറുൻ വഖലമുൻ. ഇൻദഹു പറഞ്ഞാൽ അവന്റെ അടുക്കൽ, അവന്റെ അടുക്കൽ എന്തുണ്ട്? നോട്ട്ബുക്കും പേനയും ഉണ്ട്. പിന്നെ യജിലിസു ഇൻദൽ ബാബി, വാതിലിന്റെ അടുക്കൽ ഇരിക്കുന്നു. ഇന്ദി ഹഖീബ എൻ്റെ അടുത്ത് ബാഗുണ്ട്. ബൈത്തുഹ ഇൻദൽ മസ്ജിദ്, അവളുടെ വീട് പള്ളിന്റെ അടുത്താണ്. ഖബല യദ്ഖുല കയറുന്നതിന് മുമ്പ്, പ്രവേശിക്കുന്നതിന് മുമ്പ്. ഖബല ഖുറൂബി ഷംസ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. യഗ്സിൽ യദൈക ഖബല തുആം ഭക്ഷണത്തിന് മുമ്പ് നീ രണ്ട് കൈകളും കഴുകുക. പിന്നെ തസ്തൈഖിലു ഉമ്മി ഖബലൽ ഫജ്ർ എൻ്റെ ഉമ്മ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കും. ബാദ ദുഖൂൽ പ്രവേശിച്ചതിന് ശേഷം, ബാദ ഖലീൽ കുറഞ്ഞ സമയത്തിന് ശേഷം, ബാദൽ ഗുസ്ൽ കുളിച്ചതിന് ശേഷം, ബാദൽ വുളു വുളുവിന് ശേഷം, ബൈനൽ കുത്തുബ് പുസ്തകങ്ങൾക്കിടയിൽ, ബൈനൽ റുഫൂഫ് എന്താണ് ഷെൽഫുകൾക്കിടയിൽ, ബൈന തുല്ലാബ് വിദ്യാർത്ഥികൾക്കിടയിൽ, ബൈനൽ ബൈത്തി വൽ മദ്രസ വീടിന്റെയും മദ്രസിന്റെയും ഇടയിൽ. അപ്പോൾ ഓരോന്നിന്റെ അർത്ഥം നോക്കുക. ഇന്ത അടുത്ത്, കബില മുമ്പ്, ബാദ് ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, പഠിച്ചു വെക്കുക. കബില് ബാദ്, കബില് ബാദ്. കബില് പറഞ്ഞ മുമ്പ്, ബാദ് പറഞ്ഞ ശേഷം, ബൈനാറിന ഇടയിൽ. ഇനി ഇവിടെ മാലി എഴുതാനാ പറഞ്ഞത്. മാലി തന്നിട്ട് മുലാരി എഴുതാനും, മുലാരി തന്നിട്ട് മാലി, രണ്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ യജിലിസു, യജിലിസു എന്നുള്ളത് എങ്ങനെയാണ് മാലിയാക്കുക? മാലിയാക്കാനുള്ള ഐഡിയ എന്താണ്? തുടക്കത്തിലുള്ള യാഇനെ കളയാ. തുടക്കത്തിലുള്ള യാഇനെ കളഞ്ഞാൽ പിന്നെ ജിലിസു എന്നുണ്ടാവുക. അതെന്താക്കുക? നമ്മൾ ഫതഹ് കൊടുക്കുക, എല്ലാത്തിനും ഫതഹ് കൊടുക്കുക. അപ്പോൾ ജലസ എന്ന് വരും. മനസ്സിലായോ? യദ്ഖുലു അത് നമ്മൾ യാ കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എന്താ? ദുഖുലു. അതിൽ നമ്മൾ എല്ലാത്തിനും ഫതഹ് കൊടുക്കുക. അപ്പോൾ ദഖല. അടുത്ത് യുസല്ലിമു യു കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി എന്താ? സല്ലമ. യഖറഉ ഖറഅ. യദ്ഹബു ദഹബ. യബ്ദഉ ബദഅ. അങ്ങനെ. അടുത്ത ദഫ്തർ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജംഅ് എല്ലാ പരീക്ഷയ്ക്കും നന്നായി ചോദിക്കുന്നുണ്ട്. നല്ലോണം പഠിക്കുക. ഒരു ജംഅ് എഴുതിയ 1 മാർക്കാണ്. അപ്പോൾ ഏകവചനം തന്നിട്ട് ബഹുവചനം എഴുതാനും, ബഹുവചനം തന്നിട്ട് ഏകവചനം, രണ്ടും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ കാണാതെ ചൊല്ലി പഠിക്കുക. ദഫ്തർ ദഫാത്തിർ, ഇതിന്റെ ഇവിടെ എന്താ എഴുതേണ്ട? ദഫ്തർ. കണ്ടോ? ദഫ്തർ, ദഫ്തർ ദഫാത്തിർ, ദഫ്തർ ദഫാത്തിർ. കലമ് അഖ്ലാമ്. പിന്നെ മൻസിൽ മനാസിൽ. കണ്ടോ? ഇവിടെ മൻസിലിന് വേണ്ടിയിട്ട് മൻസിൽ മനാസിൽ. അടുത്ത് മക്തബാത്ത് എന്നാകുമ്പോൾ മക്തബത്ത്, മക്തബത്ത് മക്തബാത്ത്. അടുത്ത് മക്തബ് മക്കാത്തിബ്. ഇത് രണ്ടും ചിലപ്പോൾ കൺഫ്യൂഷൻ ആകുന്ന സ്ഥലമാണ്. ഇവിടെ അവസാനം താഴുണ്ട്. അപ്പോൾ മക്തബാത്ത് എന്നാ വേണ്ടി, മക്തബാത്ത്. മക്തബാത്ത് ആണെങ്കിൽ മക്തബത്താണ് ഇവിടെ വരിക. ഇനി മക്കാത്തിബ് ആണെങ്കിലോ, മക്കാത്തിബ് ആണെങ്കിൽ മക്തബ വരിക. മക്തബ് രണ്ടും നോട്ട് ചെയ്യുക. അടുത്ത മദ്രസത്ത് മദാരിസ്, കിതാബ് കുത്തുബ്, ബാബ് അബുവാബ്, റഫ് റുഫൂഫ്, റഫ് റുഫൂഫ്. അങ്ങനെ തന്നെ ചൊല്ലിപ്പടിക്കുക കേട്ടോ. അടുത്തത് ഇവിടെ നോക്കുക. സ്വല്ലൈത്തു ഡാഷ് അൽ വുളൂഇ. എന്താണ്? സ്വല്ലൈത്തു ഞാൻ നിസ്കരിച്ചു അല്ലേ? സ്വല്ലൈത്തു ഞാൻ നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചു. ഇന്ദ ബാദ ഖബല ബൈന, എന്താ? ബാദൽ വുളൂ, വുളൂവിന് ശേഷം ഞാൻ നിസ്കരിച്ചു അല്ലേ? അടുത്ത് കുംതു അസ്ദിഖായി. അപ്പൊ എന്താ? ഇടയിൽ, ഇടയിൽ ഞാൻ എണീറ്റുന്നു. അപ്പൊ കുംതു ബൈന. അടുത്ത ജലസ്ന മരത്തിന്റെ അടുത്ത്. അപ്പൊ ഇന്ദ. അസ്തൈഖിലു ഖബല സുബഹി. പിന്നെ അപ്പൊ ഇതിന്റെ അർത്ഥം അറിഞ്ഞാലേ ഇത് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അതുപോലെ ഇതിന്റെ അർത്ഥം അറിയണം. അടുത്ത ദേശ് അദ്ദാരിസി കിതാബുൻ. എന്താ? ഇന്ദ ദാരിസി, ദാരിസിന്റെ അടുത്ത് പുസ്തകമുണ്ട്. തവല്ലഇനാ ഞങ്ങൾ ഉളു എടുത്തു. എപ്പോ? നിസ്കാരത്തിന് മുമ്പ്. അപ്പൊ ഖബല സ്വലാത്തി. റജഅതു ഞാൻ മടങ്ങി അസ്തമിക്കുന്നതിന് മുമ്പ്. ഖബലൽ ഖുറൂബി. ബൈത്തി ബൈനൽ മദ്രസത്തി വൽ മസ്ജിദി. പഠിച്ചില്ലേ? അടുത്തത് ഇത് നന്നായി പഠിക്കുക. ഉച്ചക്ക് ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ അറബി എഴുതാനോ അല്ലെങ്കിൽ അറബി തന്നിട്ട് മലയാളം എഴുതാനോ എന്തായാലും ഉണ്ടാവും. നന്നായി പഠിക്കുക. പരീക്ഷ നല്ല മാർക്കിന് വരും. ഇത് 4 മാർക്കിന് 5 മാർക്കിനൊക്കെ വരും. ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി. എങ്ങനെ പറയാം? ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി എന്നുള്ളതിന് ദഹബത്തു, മുമ്പ് എന്നുള്ളതിന് കബില, ഉച്ച എന്നുള്ളതിന് ലുഹുർ. അപ്പൊ എങ്ങനെ പറയാ? ദഹബത്തു കബില ലുഹുരി. അടുത്ത പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. എങ്ങനെ പറയാ? കുംതു
ഐന്ദൽ മസ്ജിദി. ഇനി ഇതിന്റെ മലയാളം ഇതാണ് എന്താ? ദഹബ്തു ഇലൽ മസ്ജിദി ഖബലൽ മഗ്രിബി. മഗ്രിബിന്റെ മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. അടുത്ത് ഷരിബ്ന അൽ മാ ബഅദ ത്വആം. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു. ഓക്കെ, പിന്നെ ഇതിൽ നിന്നുള്ള ലർഫുകൾ എഴുതാനാണ്. ഇവിടെ 4 ലർഫുകൾ നമ്മൾ പഠിക്കണം. എന്താ? ഖബല, ബഅദ, ബൈന. ഓക്കെ, അപ്പോൾ ആ പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നാം പാഠം മുതൽ ഒന്നാം പാഠം മുതലുള്ള ഇത് നോക്കാം. അവസാന ഭാഗം എന്താ? ഒന്നാമത്തത് ദഹബ സിനാനു. ഇത് ഹാഫ് ഇയർ എക്സാമിനും പിന്നെ ഫസ്റ്റ് ടേമിനും 2 പരീക്ഷ, അരക്കൊല്ല പരീക്ഷക്കും കാക്കൊല്ല പരീക്ഷക്കും വന്ന ചോദ്യമാണിത്. അതായത് ഇവിടെ ലീ ചേർക്കാൻ. അതായത് ദഹബ സിനാനുൻ എന്തിനു വേണ്ടി പോയി? ലി സിയാറത്തിൽ ഹദീഖ, പൂന്തോട്ടം വിസിറ്റ് ചെയ്യാൻ. അസ്സാലബു കുറുക്കൻ എന്താണ്? നായെ പോലെ ഉണ്ട്. അസ്സാലബു കൽ കൽബി. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലി പഠിക്കുക, നിങ്ങൾ വായിച്ചു പഠിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കുല്ലുഹ മിൻ അജായിബി ഖൽഖില്ല. ഫഹിംതു അനിൽ ഹയവാനാത്ത്. ഫഹിംത നീ മനസ്സിലാക്കി, അനിൽ ഹയവാനാത്ത് ജീവികളെ കുറിച്ച്. അൽ അസദു ഫിൽ ഹദീഖ. ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. അൽ അസദു ഫിൽ ഹദീഖ എന്താ അതിന്റെ അർത്ഥം? സിംഹം പൂന്തോട്ടത്തിലാണ്. അത്തുയൂറു അലൽ അഷ്ജാർ. പക്ഷികൾ മരത്തിന് മുകളിലാണ്. ബയ്യനൽ വാലിദു ലി ഇബ്നിഹി. ഉപ്പ മകന് വിശദീകരിച്ചു കൊടുത്തു. അൽ ലബിയു കൽ ഗനമി. ലബി ഏതുപോലെയാണ്? ഗനമ് പോലെയാണ്. അടുത്ത യതവല്ലഉ ബാസിമും മിനൽ ഹൗലി. ബാസിമ് ഹൗലിൽ നിന്ന് ഉളു എടുക്കുന്നു. ബയ്യനൽ വാലിദു അനൽ ഹയവാനാത്ത്. വാലിദ് വാലിദറിന്റെ രക്ഷിതാവ് ജീവികളെ കുറിച്ച് വിശദീകരിക്കുന്നു. അസ്സഅലബു ഫിൽ ഖഫസി. അപ്പോൾ അവിടെ അല, ഫി, അന ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക ഓരോന്നിന്റെ അർത്ഥം. ക എന്ന് പറഞ്ഞാൽ പോലെയാണ്. മിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്നാണ്. അൻ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഫിൽ അഹദീഖറ പൂന്തോട്ടത്തിൽ. അല എന്ന് പറഞ്ഞാൽ മേലെ. അങ്ങനെ ഓരോന്നിന്റെ അർത്ഥം നോക്കിയാലേ നമുക്ക് എഴുതാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കുക. രണ്ടാലൊരു വഴിയുള്ളത്. അടുത്ത് ഇവിടെ അൽഹംദു എന്തായിരിക്കും? ലില്ലാഹി. അപ്പൊ ലി ആണ്, അതെല്ലാവർക്കും അറിയാം. അടുത്ത് അൽ ബുർത്തുക്കാലു ഡാഷ് അസല്ലത്തി. ബുർത്തുക്കാല് ഓറഞ്ച് കൊട്ടയിലാണ്. കൊട്ടയിൽ ഫി. അപ്പൊ അർത്ഥം അറിയണം. അടുത്ത് അത്തോവിലത്തി ബിത്തീഹത്തുൻ. അപ്പൊ അലത്തോവിലത്തി ബിത്തീഹത്തുൻ അല്ലെ, മേശന്റെ മുകളിൽ ബിത്തീഹത്തുണ്ട്. റജഅദ്ദാരിസു വിദ്യാർത്ഥി മടങ്ങി. മദ്രസയിൽ നിന്ന് എന്ന് പറയാന് മിൻ. അപ്പൊ മിനൽ മദ്രസത്തി. അടുത്ത റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി. അത് നമ്മൾ പഠിച്ചു. റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി നമ്മൾ മൗലൂദിൽ ചെല്ലുന്നതല്ലേ. അപ്പൊ അത്. അടുത്ത് ഡാഷ് അസല്ലത്തി മാഞ്ച. എന്താ? ഫിസ് സല്ലത്തി മാഞ്ച. അടുത്ത യന്തളിറുൽ ഉമ്മു ഡാഷ് അൽ ബൈത്തി. യന്തളിറുൽ ഉമ്മു ഫിൽ ബൈത്തി. ഉമ്മ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു. സമയത്തുൽ അദാന. ഞാൻ ബാങ്ക് കേട്ടു. എവിടെ നിന്ന്? പള്ളിയിൽ നിന്ന്. എന്ന് പറയാൻ മിനൽ മസ്ജിദി. അടുത്ത നദ്ഹബു ലി സിയാറത്തി ജദ്ദിന. ലി. അടുത്ത് അത്വആമു ഡാഷ് അൽ മാഇദത്തി. ത്വആം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം അലൽ മാഇദത്തി സുപ്രന്റെ മേലെയാണ്. അന്ത നീ ആകുന്നത് കൽ ഉസ്താദി ഉസ്താദിനെ പോലെ ഉണ്ട്. ഖറഇന ഞങ്ങൾ വായിച്ചു. എന്ത് വായിച്ചു? അൻ ഹിജറത്തി. അന്ന് ഇവിടെ മാത്രം അന്ന് വരുന്നത്. അൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറിച്ച്. നബിയുടെ ഹിജറയെ കുറിച്ച് ഞങ്ങൾ വായിച്ചു. മനസ്സിലായല്ലോ. അടുത്ത് ഇത് പാട്ട് പൂരിപ്പിക്കാൻ വരാം. അതൊക്കെ വളരെ അൺഇമ്പോർട്ടൻ്റ്. അടുത്ത് വരാൻ സാധ്യതയില്ല. നിങ്ങൾ വായിച്ചാൽ മതി, സമയമല്ല. അടുത്ത് ഹയവാൻ. ഇത് നന്നായി പഠിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളത്. ചൊല്ലി പഠിക്കുക. ഹയവാനാത്ത്. ഖഫസ്, അഖ്ഫാസ്. അതായത് നിങ്ങൾക്ക് ഇത് തന്നിട്ട് ഇത് എഴുതാനും ഇത് തന്നിട്ട് ഇത് എഴുതാം. അങ്ങനെ ഏതും വരാം. അത് ഈ ഭാഗം തരാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വരാം. ഇനി അരക്കൊല്ല പരീക്ഷയ്ക്ക് എടുത്ത ഭാഗം, ഏത് ഭാഗം വരാം. നന്നായി പഠിക്കുക. ഹയവാനാത്ത്, ഖഫസ്, അഖ്ഫാസ്, തയ്ർ, തുയൂർ, ഷജർ, അഷ്ജാർ, ഇബ്നു അബ്ന, അസ്ദിഖ, ഹദീഖത്ത്, ഹദായിഖ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത പാഠത്തിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? മുളാരി ആഫീൽ അല്ലെ. യുഹിബ്ബു, യുഹിബ്ബാനി, തഹ്തമ്മു, തദ്റുസാനി, പിന്നെ യദ്ഹബു, യസൂറാനി, തനല്ലിമു, യർജിഉ. ഇതിന്റെ അർത്ഥം നോക്കുക. ഇതിന്റെ മാലിം പഠിക്കുക. അടുത്ത് നോക്കുക. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. ഇത് സർഫാക്കാൻ പഠിക്കുക. എങ്ങനെ സർഫാക്കാരണം? അതിങ്ങനെ ചൊല്ലി. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. പിന്നെ തദ്ഹബു, തദ്ഹബാനി, യദ്ഹബുന. യദ്റുസു, യദ്റുസാനി, യദ്റുസൂന. തദ്റുസു, യദ്റുസാനി, യദ്റുസ. അപ്പൊ ഇത് എന്താ വ്യത്യാസം? ഇവിടെ യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. ഇവിടെയൊക്കെ യാ ആണ് തുടക്കത്തിൽ, ഇവിടെയൊക്കെ താ ആണ് തുടക്കത്തിൽ. പിന്നെ ഇവിടെ യദ്ഹബൂന എന്നാണ്, ഇവിടെ യദ്ഹബിന എന്നാണ്. ഇത് തമ്മിൽ വ്യത്യാസം. ഇത് അതേപോലെ തന്നെ. അടുത്ത് നോക്കാം. എർജി, എർജിയാനി, എർജുന. തെർജു, തെർജിയാനി, എർജിന എന്നാ വരിക. ഏതാ വരിക? എർജീൻ. അതായത് ഇവിടെ ഇതാണ് ഇവിടെ ഇതുണ്ട്. അതായത് ഈ ഫോർമാറ്റ് എഫ് എൽന. അപ്പോ എർജിന. അടുത്ത യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന. തുഹിബ്ബു, തുഹിബ്ബാനി, യുഹ്ബിബ്ന.
അടുത്ത ഇവിടെ തെൽ അബ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എൽ അബു എൽ അബാനി എൽ അബുന തെൽ അബു തെൽ അബാനി എൽ അബിന. ഇതൊക്കെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടാൽ മതി. ഏത് ഓരോ പാഠത്തിന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നു. അതിൽ നമ്മൾ കുറേ ട്രിക്കൊക്കെ പറയുന്നുണ്ടാവും. ആ ട്രിക്കൊക്കെ നോക്കിയിട്ട് വെക്കുക. ഞാൻ സമയമില്ല, വളരെ കുറഞ്ഞ സമയമുള്ളൂ, കുറേ പാഠം നോക്കാണ്ടല്ലോ. അടുത്ത അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി. അപ്പോൾ ഇവിടെ യദ്ഹബ് ഉണ്ട്, യസ്റ ഉണ്ട്, തദ്ഹബ് ഉണ്ട്. നോക്കുക എന്താണ്, ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു എന്നാണ്. പോകുന്നു എന്നുള്ള യദ്ഹബ് എന്ന് പറയും. പക്ഷെ ഇവിടെ യദ്ഹബ് ഉണ്ട്, തദ്ഹബ് ഉണ്ട്. ഏത് നോക്കും? ആണാണെങ്കിൽ യാ ഉള്ളത്, പെണ്ണാണെങ്കിൽ താ ഉള്ളത്. ആണാണെങ്കിൽ താ ഇല്ലാത്തത് യാ, ആണാണെങ്കിൽ യാ, പെണ്ണാണെങ്കിൽ താ. ഇവിടെ ആണാണല്ലോ, അപ്പൊ യദ്ഹബു. അടുത്ത അൽ ബിന്താനി. ഇതിന്റെ ട്രിക്ക് നമ്മൾ പറഞ്ഞത് എന്താണ്? അൽ ബിന്താനി എന്ന് പറയുമ്പോൾ എന്താണ്, അവസാനം അലിഫുൻ നൂനുണ്ട്. അപ്പൊ ഇതിൽ അവസാനം അലിഫുൽ നൂനുള്ള എടുത്താൽ മതി. അപ്പൊ എന്താണ്, ഇവിടെ രണ്ടെണ്ണം അലിഫുൽ നൂന്, തജ്ലിസാനി ഉണ്ട്, യജ്ലിസാനി ഉണ്ട്. ഇനി ഇവിടെ പെണ്ണാണോ ആണാണോ നോക്കാം. പെണ്ണാണെങ്കിൽ താ ഉള്ളത്, ആണാണെങ്കിൽ യാ ഉള്ളത്. ഇത് പെണ്ണാണ്, ബിന്ദു പറഞ്ഞാൽ പെണ്ണാണ്, അപ്പൊ തജ്ലിസാൻ എടുക്കുക, താ ഉള്ളത്. അടുത്ത ത്വാലിബാനി. അപ്പൊ ഇതിൽ അലിഫുൻ നൂനുള്ളത് നോക്കുക. യദുറുസാനി തദുറുസാനി യദുറുസു. ഇത് രണ്ടാണ് സാധ്യത, യദുറുസാനി തദുറുസാനി. ഇനി അതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ആണാണോ പെണ്ണാണോ? ആണാണ്, അപ്പൊ യദുറുസാനി. അടുത്ത അൽ വാലിദത്തു. ആടോ താ ഉണ്ട്, അപ്പൊ പെണ്ണാണ്. പെണ്ണാവുമ്പോൾ താ ഉള്ള എടുക്കണ്ട്. പക്ഷെ തദ്ഹബും ഉണ്ട്, തത്ബഹും ഉണ്ട്. അപ്പൊ ഇദാമ് പറഞ്ഞാൽ എന്താണ്, കറിയാണ്. അപ്പോൾ എന്താണ്, കറി വേവിക്കുക എന്നാണ്. അപ്പൊ തത്ബഹു വേണ്ടി. ഇത് തദ്ഹബ് പറഞ്ഞാൽ പോവുകയാണ്, പറ്റൂല. പിന്നെ അടുത്ത അർ റിജാലു ബി ഡാഷ് ബിൽ ഖുറത്തി എൽ അബാനി തൽ അബാനി എൽ അബൂന. അർ റിജാലു പറഞ്ഞാൽ കുറെ ആണുങ്ങളാണ്, അപ്പൊ എൽ അബൂനെ വേണ്ടി. അടുത്ത അൽ ബനാത്തു, ഇത് പെൺകുട്ടികളാണ്. അപ്പോൾ യഖ്റഇന യഖ്റഊന, പിന്നെ തഖ്റആനി. അപ്പൊ ഏതാ വേണ്ടി? യഖ്റഇന. അടുത്ത ഇത് കാണാൻ പഠിക്കുക. എഫ് അൽ എഫ് അലാനി എഫ് അലൂന തഫ് അൽ തഫ് അലാനി എഫ് അൽന. അടുത്ത ഇത് നന്നായി നോക്കുക. വിദ്യാർത്ഥി പോകുന്നു. എങ്ങനെ പറയാം? അത്താലിബു യദ്ഹബു, അല്ലെങ്കിൽ യദ്ഹബു താലിബു. രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു. എന്താ പറയാ? രണ്ട് പെൺകുട്ടികൾ ബിന്ദാനി, ബിന്ദാനി തൽ അബാനി. പെൺകുട്ടികൾ മടങ്ങുന്നു. അൽ ബനാത്തു തർജിഅന. പിന്നെ 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 രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. എങ്ങനെ പറയാം? രണ്ട് ആൺകുട്ടികൾ എന്നുള്ളതിന് അത്വാലിബാനി അല്ലേ? അത്വാലിബാനി യക്തുബാനി. അടുത്ത നോക്കുക. മൻസിൽ മനാസിൽ അമ്ര ഉമൂറ്, പിന്നെ നബാത്ത് നബാത്താത്ത് ഖദറാ ഖദറാവ്. ഇതൊക്കെ എന്താണ്? ഇത് ഒന്ന് ഏകവചനം, ഒന്ന് ബഹുവചനം എന്ന് പറഞ്ഞാൽ മൻസിൽ പറഞ്ഞാൽ ഒരു വീട്, മനാസിൽ കുറെ വീടുകൾ. അമ്ര ഉമൂറ് നബാത്ത് നബാത്താത്ത് അങ്ങനെ കാണാതെ പഠിക്കുക. അടുത്തത് ഉമ്മ്. ഉമ്മ് അപ്പോൾ അതിൻ്റെ ഉമ്മ. അപ്പൊ അതിന്റെ ആണുങ്ങൾക്ക് എന്താ പറയാ? അബ്. സ്വദീഖത്ത് പറഞ്ഞ സഹോദരി അല്ല, എന്താണ്, പെൺകുട്ടി, ഫ്രണ്ടായ, പിന്നെ എന്താണ്, നമ്മളെ സഹോദരി, ക്ലാസ്മേറ്റ് ഒന്നും ഉണ്ടാവില്ലേ, പെൺകുട്ടികളായ ക്ലാസ്മേറ്റ്. അപ്പോൾ ആൺകുട്ടികൾക്ക് എന്താ പറയാ? സ്വദീഖ്. അടുത്തത് ഉഖ്ത് പറഞ്ഞാൽ നമ്മളെ ബ്രദർ, നമ്മളെ എന്താണ്, പെങ്ങള്. അപ്പോൾ ആങ്ങൾക്ക് എന്താ പറയാ? അഹ്. അങ്ങനെ. യദ്ഹബു മാലി എഴുതാനാണ്. ദഹബ. ഇർജു. എന്താ ട്രിക്ക്? യാ കട്ട് ചെയ്യുക, എന്നിട്ട് ഫത്ത കൊടുക്കുക. അപ്പൊ റജഅ. യഗ്രിസു ഗറസ. യൽഅബു ലഇബ. തദ്റുസു ദറസ. യുഹിബ്ബു അഹബ്ബ. ഇവിടെ അഹബ്ബ വരും കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക, അഹബ്ബ. ഇനി അടുത്ത പാഠം മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇതാ വാഹിദ് ഒന്ന്, അൽ അവ്വലു ആദ്യത്തേത്, ഒന്നാമത്തേത്. ഇസ്നാനി രണ്ട്, അസാനി രണ്ടാമത്തേത്. ഇതിന്റെ അർത്ഥാണിത്, അതറിയാം. സലാസ മൂന്ന്, അർബ നാല്, ഹംസ അഞ്ച്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. 15 എന്താ പറയാ? സലാസ അഷറ, ഹംസ അഷറ. ഇതൊക്കെ ഓർത്ത് വെക്കട്ടെ. 15 ഹംസ അഷറ, അർബാത്ത അഷറ, 14. ഇതൊക്കെ ഓർത്ത് വെക്കുക. 20 വരെ എല്ലാവർക്കും ചെല്ലാൻ കിട്ടും. പിന്നെ ഇതാ കിട്ടേണ്ടത് 11ാമത്തെ എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടത്? അൽ ഹാദി അഷറ. അൽ ഹാദി അഷറ 11ാമത്തെ, അസാനി അഷറ 12ാമത്തെ, അസാലിസ് അഷറ 13ാമത്തെ. അങ്ങനെ ഓരോന്നും പഠിച്ചു വെക്കുക. അതൊക്കെ എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും അല്ലേ? ഇനി നോക്കാം എന്താണ് മാസങ്ങള്, ദിവസങ്ങള് നോക്കാം. അൽ ആഷിറു മുഹറം, സൗമു ആഷിറ. അരക്കൊല്ല പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമായിരുന്നു ഇത്, ശ്രദ്ധിക്കുക. 10ാമത്തത് മുഹറം, 10ാമത്തത് സൗമു ആഷിറ ആണ്. എന്താണ്? ആഷിറ നോമ്പ്. അടുത്ത അസാനി അഷർ റബിയുൽ അവൽ. റബിയുൽ അവൽ 12 മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാഠത്തിന്റെ ഹെഡിംഗ് ആണ് മീലാദുൻ നബി. അൽ ഹാദി അഷറ 11 റബിയുൽ ആഖിർ. റബിയുൽ ആഖിർ 11 വഫാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു. അസ്സാബി വൽ ഇശ്റൂൻ റജബ് മിറാജുൻ നബി. പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്ന് റജബ് മിറാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ്. എന്താണ്? അസ്സാബി വൽ ഇശ്റൂൻ. തിരിച്ചും വരാം, ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അസ്സാബി അഷറ റമദാൻ യൗമു ബദർ. അരക്കൊല്ല പരീക്ഷയ്ക്ക് ഒന്ന് വിചാരിച്ചിട്ട് കൊല്ലപ്പരീക്ഷയ്ക്ക് വരില്ല എന്നൊന്നുമില്ല കേട്ടോ. അവ്വലു ഷവ്വാൽ ഈദുൽ ഫിത്ർ. കേട്ടോ, വലിയ ചെറിയ പെരുന്നാൾ അത് ചിലപ്പോൾ വരാൻ. ഇനിയിപ്പോൾ ചെറിയ പെരുന്നാളല്ലേ വരുന്നത്. അപ്പോൾ ഏതാണ്?
ഈദുൽ ഫിത്തർ എപ്പോഴാണ്? അൽ അവ്വലു ഷവ്വാൽ, അൽ അവ്വലു ഷവ്വാൽ ഈദുൽ ഫിത്തർ, അല്ലെങ്കിൽ അൽ അവ്വലു ഷവ്വാൽ ഡാഷ് ഈദുൽ ഫിത്തർ. ഇത് മൂന്നും പഠിക്കുക. അടുത്ത താസി 9 ദുൽഹിജ്ജ യൗമ അറഫ. അടുത്ത അൽ ആഷിർ ദുൽഹിജ്ജ ഈദുൽ അദ്ഹ. വലിയ പെരുന്നാൾ എപ്പോഴാണ്? ബലി പെരുന്നാൾ. അൽ ആഷിർ ദുൽഹിജ്ജ ഈദുൽ അദ്ഹ. അത്താസി ദുൽഹിജ്ജ യൗമ അറഫ, അറഫ ദിവസം. അടുത്തത് സഫർ. സഫർ ഏതാണ്? മുഹറം സഫർ അതില്ലേ രണ്ടാമത്തെ മാസമാണ്. അപ്പൊ അഷഹറു സാനി. അടുത്ത റമദാൻ അഷഹറു താസി. ഇതെവിടുന്ന കിട്ടി? ഇത് ഇവിടെ അല്ലേ? ദാദാ അൽ അവ്വല് മുഹറം, അസാനി സഫർ, അസാലിസ് റബീഉൽ അവ്വൽ. അങ്ങനെ. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പഠിക്കണം. മുഹറം സഫർ റബീഉൽ അവ്വൽ ദുൽഹിജ്ജ വരെ 12 മാസങ്ങൾ കാണാതെ പഠിക്കുക. 12ാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടണം. 11 ഏതാ, 5 ഏതാ, അങ്ങനെ പറയാൻ കിട്ടണം. ഇനി നോക്കാം. അപ്പോൾ ഇവിടെ 12 എന്താ പറയുക? അസാനി അഷറ അല്ലേ? പിന്നെ അവ്വൽ ഷുഹൂർ ഏതാണ്? അവ്വൽ ഷുഹൂർ മുഹറം. അൽ ആഷിർ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിൽ നിന്ന് 10 യൗമു ഈദുൽ അദ്ഹ. അടുത്ത യൗമുൽ ജുമുഅ അൽ യൗമു സാദിസു അല്ലേ? 6ാമത്തെ ദിവസം. അടുത്ത് നോക്കുക. ഇങ്ങനെ ഇതാനാണ് 1 വാഹിദ്. അപ്പോൾ 1ാമത്തെ എന്നുള്ളതിന് അൽ അവ്വല്. 3 സലാസത്തു 3. അപ്പോൾ 3ാമത്തെ എങ്ങനെ പറയാം? അസാലിസു. 5 അൽ ഖാമിസ് ഉണ്ട്, അവിടെ എന്താ പറയാ? ഹംസ. അടുത്ത് 7 എന്താ പറയാ? സബ. അപ്പൊ എന്താ പറയാ? സാബിയ. 9 എന്താ പറയാ? തിസ് അത്താസിയ. 11 അഹദാഷറ അൽ ഹാദി അഷറ. 13 എന്താണ്? സാലിസ് അഷറ എന്നുണ്ട്, അപ്പോൾ എന്താണ്? സലാസ് അഷറ. 15 ഹംസാഷറ അൽ ഖാമിസ് അഷറ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. 4ാമത്തെ പാഠം. 4ാമത്തെ പാഠത്തിൽ എന്താണ്? കുറച്ച് മാദിയായ വാക്കുകളാണ് അല്ലേ? ഗസമ, ഗസല, ദഹബ, സനാഅത്ത്, ജാഅ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഇതാ പഠിക്കുക. ഗസമ, ഗസമ, അസമു, ഗസമത്ത്, ഗസമത്ത, ഗസംന. അപ്പോൾ ഇത് കാണാൻ പഠിക്കുക. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരും. ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായതുകൊണ്ട് 4ാം ക്ലാസ്സിലേക്ക് ജയിക്കണമെങ്കിൽ ഇത് മാനദണ്ഡമാണല്ലോ. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടോയെന്ന് നോക്കും ചിലപ്പോൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് വരാൻ സാധ്യത ഉണ്ട്. അതായത് മാദി ഇങ്ങനെ ഇതുപോലെ വായിക്കാൻ, അതായത് ഇവിടെ വിട്ടുപോയത് എഴുതാൻ വരും. അപ്പം എങ്ങനെ പഠിക്കുക? ഇത് നമ്മൾ ഫയല ഫയല ഫയൽ, ഈ ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഫയല ഫയല ഫയലു, ഫയലത്ത് ഫയലത്ത, ഫയലിന. നിങ്ങൾക്ക് ഏത് ഫീൽഡ് കിട്ടിയാലും പറയാൻ കഴിയും. അപ്പം അങ്ങനെ കത്തബ 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 കത്തബു, കത്തബത്ത് കത്തബത്ത, കത്തബന. ഇതേപോലെ ഇനി ദറസ 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 ദറസു ദറസ്, ഏത് കിട്ടിയാലും ഇത് പറയാൻ കിട്ടും. അപ്പം ഇത് ഈ 6 വളരെ വെള്ളം പോലെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഏതും ശരിയാവും. കണ്ടോ? മുദക്കർ ദറസ ദറസ ദറസു, ദറസത്ത് ദറസത്ത, ദറസന. ഇതാണ് മുഅന്നസ്. 2ാമത്തെ വരി മുഅന്നസ്, 1ാമത്തെ വരി മുദക്കർ. അപ്പോൾ അതും പഠിച്ചു. ഇനി ഇവിടെ നോക്കാം. പിന്നെ ഇത് പൂരിപ്പിക്കാനാണ്. ജലസത്ത. അപ്പോൾ ഇവിടെ ജലസത്ത എന്നുണ്ട്, അപ്പോൾ ഫയലത്താന്നായിരിക്കും. അപ്പോൾ ഇവിടെ ജലസത്തായിരിക്കും. ഇവിടെ താഴുണ്ടാവുമ്പോൾ ഇവിടെ താവിന് സുക്കൂൻ എടുത്ത് വായിച്ചാൽ മതി. ജലസത്ത് ജലസത്ത, പിന്നെ ജലസ്ന, പിന്നെ ജലസ്ത ജലസ്തുമ, പിന്നെ കനസ്ന അല്ലേ? അങ്ങനെ ഓരോന്നും അതത് നോട്ട് ചെയ്യാം. പിന്നെ അടുത്തത് സാലിമുൻ ഡേഷ് അല്ലേ? അൽ ഖുർആന. ഇവിടെ എന്തൊക്കെ ഉത്തരമുള്ളത്? കതബ, ജലസ്ന, അകലു, ഖറഅ, പിന്നെ ജാഉ, നസറത്ത, ഫതഹത്ത്, നദറത്ത്. സാലിമ് ഖുർആൻ എന്താണ്? ഓതി. അപ്പൊ ഖറഅ. അടുത്ത അത്വാലിബാനി അദ്ദർസ. അത്വാലിബാനി എന്ന് പറയുമ്പോൾ അലിഫും നൂനും ഉണ്ട്. അപ്പൊ ഇതിൽ അലിഫുള്ളത് എടുക്കണം. അലിഫുള്ളത് ഇവിടെ നസറത്ത, അത് അലിഫുള്ളതാണ്. പിന്നെ ഏതാ അലിഫുള്ളത്? കതബ. അപ്പൊ ഇതിലേതാ വേണ്ടി നോക്കുക. ദർസ് എന്തായി? നസറത്താറിനെ സഹായിച്ചു, അവിടെ യോജിക്കൂല. അപ്പൊ എന്താണ്? കതബ. അത്വാലിബാനി കതബ ദർസ. അതിനടുത്ത് അൽ അത്ഫാലു ഡാഷ് അൽ അസ്മാറ. അൽ അത്ഫാലു ഡാഷ് അൽ അസ്മാറ. എന്താ? അത്ഫാല് കുട്ടികൾ തിന്നു, പഴങ്ങൾ തിന്നു. അപ്പൊ അക്കലു. അടുത്ത അൽ ബിന്തു മോളാണ്. ബാബൽ ബിന്ത് ബൈത്തി, വീടിന്റെ വാതില്. ബിന്ത് എന്ത് ചെയ്തു? തുറന്നു. അപ്പൊ എന്താ പറയാ? ഒരു മോളാണ്. അപ്പൊ ഫതഹത്ത്. എങ്ങനെ കിട്ടി? ഫതഹത്ത് നിന്ന് എങ്ങനെ കിട്ടി? ഫതഹാറിന തുറന്നു എന്നാണ്. ഒരു മോളാവുമ്പോൾ പെണ്ണാണ്. പെണ്ണാവുമ്പോൾ താഴുള്ളത് എടുക്കണം. ഫതഹത്ത്. അടുത്തത് അൽ ഉഖ്താനി ഡാഷ് ജദ്ദത്തുഹുമ. അപ്പോൾ അൽ ഉഖ്താനി നസറത്ത. ഇവിടെ താഴുണ്ട്, അലിഫു നൂനുള്ളതാണ്. ഇവിടെ അലിഫുള്ള എടുക്കണം. അടുത്ത ത്വാലിബാത്തു. ഇവിടെ എന്താണ്? അലിഫും താവുമാണ്, പെണ്ണുങ്ങളാണ്. അപ്പം എന്താ വേണ്ടി? ത്വാലിബാത്തു ജലസ്ന അലൽ മക്കാത്തി. അടുത്തത് നുറക്കിബുൽ കലിമാത്തി ഹത്താ തക്കൂന ജുംലത്തൻ. ഇത് ഓർഡർ ആക്കാനാണ്. അപ്പം എങ്ങനെ പറയാം? അൽ മുസ്ലിമൂന ഫസ്റ്റ് കൊടുക്കുക. അൽ മുസ്ലിമൂന ദഹബു ഇല മക്ക. അടുത്ത എന്താ പറയാ? അൽ ബനാത്തു ഹുന്ന തവല്ലഇന അല്ലേ? അടുത്തത് അവൻ ചായ കുടിച്ചു. എങ്ങനെ പറയാ? ഷരിബ സായ. ഷരിബ ഷായ. അവൻ ചായ കുടിച്ചു. അടുത്ത് അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. എങ്ങനെ പോയി എന്ന് പറയാ?
ദഹബ. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ അൽ ബിൻതാനി ദഹബത്താ ഇലൽ മദ്രസത്തി. അടുത്ത് മുദാരി എഴുതാനാണ്. ഗസമ യഗ്സിമു, ഗസല യഗ്സിലു. പിന്നെ ദഹബ യദ്ഹബു, കനസ യകുനുസു, ജാഅ യജീഉ, ജലസ യജ്ലിസു, സനഅ യസ്നഉ, ബദ യബ്ദഉ, സല്ല യുസല്ലി. കാണാതെ പഠിക്കട്ടോ. ഇനി ഇത് കാണാൻ പഠിക്കുക. അയ്യാമ് യൗമ അളാഹു ഒളുവ്. അയ്യാമ് പറഞ്ഞാൽ എന്താ? ദിവസങ്ങൾ. അപ്പോൾ ഇതാണ് ഏകവചനം. യൗമ് പറഞ്ഞാൽ ഒരു ദിവസം, അയ്യാമ് കുറേ ദിവസം, ഒളുവ് ഒരാൾ, അളാഹു കുറേ ആളുകൾ. ഇഖ്വത്ത് അഹ്, ബുയൂത്ത് ബൈത്ത്, അവാന് ആനിയത്ത്, ഉറഫ് ഉർഫത്ത്. അത് പഠിക്കാം. അടുത്ത അഞ്ചാമത്തെ പാഠം. അഞ്ചാമത്തെ പാഠത്തിൽ പിന്നെ നോക്കുക, ഇസ്മു ഫീല് ഹർഫ് വേർതിരിച്ച് എഴുതാനാണ്. വളരെ സിമ്പിളായ പാഠാണ് അല്ലേ. ഇസ്മ് ഖലീഫ്, ആളെ പേരുകളൊക്കെ എന്തായിരിക്കും? ആളെ പേരോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധനത്തിൻ്റെ പേരൊക്കെ ഇസ്മ്. ഫീല് പറഞ്ഞാൽ ഒരു പ്രവൃത്തി. ഫീല് ഇങ്ങനെ ഉണ്ടാവുക, ഒന്നല്ലെങ്കിൽ ഫഅല രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ യഫ്അലു രൂപത്തിലായിരിക്കും. പിന്നെ ഇല, മിന്ന് പോലത്തൊക്കെ ഹർഫും. ദാത്ത യൗമിൻ, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ദാത്ത യൗമിൻ ജാഅ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ഇതിലേതാ? ജിബ്രീൽ ആളെ പേരാണ്, വേഗം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പേരാണ്. പിന്നെ നബി അല്ലേ, ഇഹ്സാൻ, ഇതൊക്കെ ഒരു സാധനത്തിൻ്റെ പേരാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതുക. ഇനി യൗമ് ദിവസം, അത് ഈ സാധനത്തിൻ്റെ പേരാണ്. പിന്നെ ഐന്ദ ഇസ്മ്. പിന്നെ സഅല, സഅല ഫീല്, മനസ്സിലായോ? അങ്ങനെ ഓരോന്നും. അജാബ ഫീല്. നിങ്ങൾക്ക് കിട്ടുന്ന എഴുതിയാൽ മതി, എല്ലാം കൂടി എഴുതണമെന്നില്ല, മനസ്സിലായോ? അൻ ഏതാണ്? ഹർഫ്. അങ്ങനെ. അടുത്ത മുലാരി മാദി എഴുതാനാണ്. തൊത്തുലുബു ത്വലബ, യരിഫു അറഫ, യജിരി ജറ, യറ റഅ, ഖറജ യഖ്റുജു, വസല യസിലു, സമിയ യസ്മഉ, ഖാല യഖൂലു. അടുത്ത് ജമ്മു എഴുതാനാണ്. ഹാല അഹ്വാല്, ഇബ്നത്ത് ബിനാത്ത്, ഉമ്മ ഉമ്മഹാത്ത്, മാ മിയാഹ്. ഇതെന്താ ചെയ്യേണ്ടത്? ഇത് അതുപോലെ കാണാൻ പഠിക്കുക, ചൊല്ലി പഠിക്കുക. അടുത്ത് ഇതിന് ഇസ്മും ഫീൽ ഹർഫ് എഴുതാനാണ്. അടുത്ത മൻ ജദ്ദ വജദ. ഇവിടെ പരീക്ഷയ്ക്ക് വന്നതാണ്. യാ തുല്ലാബു ഡാഷ് കുല്ലുക്കും നാജിഹൂന അന്തും. യാ തുല്ലാബു, യാ വന്നാൽ എപ്പോഴും അന്തൻ്റെ കുടുംബക്കാരുണ്ടാവും. അന്ത അന്തുമ അന്തും, അതിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്നെ ആയിരിക്കും. യാ വന്നാൽ തുടക്കത്തിൽ യാ വന്നാൽ നോക്കുക. പിന്നെ ആണാണെങ്കിൽ ആണുങ്ങൾ കുറേ ആളാണ് ആയതുകൊണ്ടാണ് ഇവിടെ അന്തുന്ന് കൊടുത്ത്. ഇനി ഇവിടെ പെണ്ണാണെങ്കിൽ അന്തിന്നാ കൊടുക്കുക. പിന്നെ ഇവിടെ രണ്ടാളാണെങ്കിൽ അന്തുമാന്നാ കൊടുക്കുക. അങ്ങനെ. യാ ത്വാലിബാത്ത് കണ്ട, അന്തുന്ന. എന്താ കാരണം? ഇവിടെ ത്വാലിബാത്ത് എന്നുള്ളത് കുറേ പെണ്ണുങ്ങളാണ്. അടുത്ത അന്തുമാ ഫായിക്കത്താനി ഫിൽ ഇംതിഹാൻ, യാ ത്വാലിബത്താനി അന്തുമാ. കണ്ടോ? അടുത്ത് കൈഫ കാനത്ത് ദിറാസത്തുകുമാ, ദറസ്നാ ഫസിർനാ. ഇനി ഉസ്താദ് അസാത്തിദത്ത്, നന്നായി പഠിക്കുക. ത്വാലിബ് തുല്ലാബ്, ത്വാലിബത്ത് ത്വാലിബാത്ത്, സൊഫ് സുഫൂഫ്, വറക്ക തൗറാക്ക്, വാജിബ് വാജിബാത്ത്, സനത്ത് സനവാത്ത്, ദർസ് ദുറൂസ്. അടുത്തത് എന്താണ്? അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അനാനഹനു. ഇതാണ് വേറിട്ട ദമീർ. ഇത് ചേർന്ന് വരുന്നത്. കാ കുമാക്കും, കീ കുമാക്കുന്ന, നീന നീന. അപ്പോൾ ഇലൈക്ക ഇലൈക്കുമാ ഇലൈക്കും, ഇലൈക്ക് ഇലൈക്കുമാ ഇലൈക്കുന്ന, ഇലയ്യ ഇലൈന, അലൈക്ക. അങ്ങനെ ചേർത്തിയത്. അടുത്ത് അൽ ഫായിക്കു ഫിൽ ഇംതിഹാൻ. അപ്പം എന്താ വേണ്ടത്? മനിൽ ഫായിക്കു ഫിൽ ഇംതിഹാൻ അല്ലേ. അടുത്ത അന്തുന്ന നാജിഹാത്തുൻ. അന്തുന്ന നാജിഹാത്തുൻ എന്ന് പറഞ്ഞാൽ അന്തുന്ന കുല്ലുക്കുന്ന അല്ലേ. അന്തുന്ന കുല്ലുക്കുന്ന. കണ്ട, കുല്ലുക്കുന്ന. യാ ത്വാലിബത്താനി. അപ്പോൾ അലിഫും താവുണ്ട്, അപ്പോൾ അന്തുമ കൊടുക്കുക. പിന്നെ ഇവിടെ താവുള്ളതല്ലേ. അടുത്ത് മൻ ജദ്ദ വജദ. അടുത്ത ഡാഷ് കാനത്ത് ദിറാസത്തുക്കുമാ, കൈഫ കാനത്ത് ദിറാസത്തു, ജസാക്കുമുല്ലാഹു ഖൈറാ. അടുത്ത് എന്താണ്? അർത്ഥം ഇതാനാണ്. മൻ ജദ്ദ വജദ, എന്താ? പരിശ്രമിച്ചു, ആര് പരിശ്രമിച്ചു അവൻ വിജയിക്കും. മനിൽ ഫായിക്കു ഫിൽ ഇംതിഹാൻ, ആരാണ് പരീക്ഷയിൽ ടോപ്പർ. കുല്ലുക്കും നാജിഹുൻ, എല്ലാവരും വിജയിച്ചു. നിസ്ഫ് പറഞ്ഞ അര, റുബ് പറഞ്ഞ കാല്, സുലുസ് പറഞ്ഞ മൂന്നിലൊന്ന്, വാഹിദ് പറഞ്ഞ ഒന്ന്. വസ്സഅ യുവസ്സിഉ, ഖാല യഖൂലു, ദഅ യദ്ഉ, ദറസ യദുർസു, വജദ യജിദു, ഇജ്തഹദ യജ്തഹിദു. അപ്പോൾ നമ്മൾ എല്ലാ പാഠവും പഠിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇനി ഇത് നമ്മൾ വളരെ സ്പീഡിൽ പോയതാണ്. നിങ്ങൾക്ക് നന്നായി പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പാഠത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നന്നായി കേട്ട് പഠിക്കുക. അതിൽ നമ്മൾ ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നന്നായി കേട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.